ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായാലേ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ കേട്ടിട്ട്. അതെ, ഞാനിപ്പോൾ ഒരുപാട് തിരക്ക് മനഃപൂർവ്വമല്ല, ഓരോ കണ്ടൻറ് ഇല്ലാഞ്ഞിട്ടുമല്ല, ഓരോ തിരക്കുകൾ കാരണമാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാതെ. പിന്നെ ഞാൻ ഡ്യൂട്ടിയിൽ ഓഫ് എടുത്തുകൊണ്ടാണ് ഞാൻ പിന്നീട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് എൻ്റെ അല്ലുക്കുട്ടൻ്റെ പിറന്നാളായിരുന്നു. രാവിലെ തന്നെ അമ്പലത്തിൽ പോയതിൻ്റെ ആ ഒരു വീഡിയോ ആണ് നിങ്ങളത് കണ്ടത്. പിന്നെ നേരെ വന്നു കിച്ചണിൽ കയറി സദ്യ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലായി. ഒരു വലിയ ആഡംബരമായിട്ടൊന്നുള്ളൊരു പിറന്നാൾ സദ്യയൊന്നും അല്ലായിരുന്നു. ഞാനും അച്ഛനും അമ്മയും കുട്ടേട്ടനും പിന്നെ അതുപോലെ ചേച്ചിയും ചേട്ടനും പിള്ളേരും പിന്നെ ചേച്ചിയുടെ ഒരമ്മച്ചമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി മാത്രം അടങ്ങുന്നൊരു കുഞ്ഞൊരു പിറന്നാൾ സദ്യ ഒരുക്കാമെന്ന് വിചാരിച്ചു. പായസം ഉണ്ടായിരുന്നു, സേമിയ പായസമാണ് ഞാൻ വെച്ചിരുന്നത്. പിന്നെ സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാർ, പപ്പടം, പഴം, പിന്നെ പായസം. ഓക്കെ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു മിനി വ്ളോഗും കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം കൂടെ എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചെറിയൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോസായിട്ടൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഇത് നമ്മുടെ അല്ലൂട്ടൻ്റെ ഒരു പിറന്നാളാണ്. അപ്പോൾ ശരിക്കും മെയ് 29-നാണ് ഡേറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ പിറന്നാൾ എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഇടവത്തിലെ അവിട്ടത്തിനാണ് മോൻ്റെ പിറന്നാൾ. അന്ന് ഡെലിവറി ടൈമിൽ ഇടവത്തിൽ അവിട്ടമാണ് അവൻ. അപ്പോൾ നമ്മൾ നാളെ വെച്ച് നോക്കിയപ്പോഴത്തേനും ഈ മെയ് 20-നായിരുന്നു മോൻ്റെ പിറന്നാൾ വന്നത്. ബർത്ത്ഡേ വരുന്നത് മെയ് 29-നാണ്. അന്നാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത്. വലിയ ആഘോഷമൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ഫാമിലി മാത്രമായിട്ട് ഞങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ. ഫംഗ്ഷൻ എന്തായാലും ഞങ്ങൾ അടുത്ത വർഷത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഈ വർഷം ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ചേച്ചിയും കുടുംബവും പിന്നെ ചേട്ടൻ്റെ കുടുംബവും അടങ്ങുന്ന ഒരു കുട്ടി ഫംഗ്ഷനായിട്ട് ഞങ്ങൾ വയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പിറന്നാളിൻ്റെ സദ്യ ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ സേമിയയുടെ നമ്മളൊരു പാക്കറ്റാണ് ഞാൻ മേടിച്ചിരുന്നത്. പിന്നെ അറിയില്ല, ഓൾറെഡി അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ 1.5 ലിറ്റർ പാലൊക്കെ വേണം. അതൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ വടിച്ച് തൂക്കണം കണ്ടിട്ട് നിങ്ങൾ എന്താണെന്ന് ഓർക്കരുത്. കാരണം ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ചൊരു പ്ലേറ്റിൽ ആദ്യം ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഏലക്കേൻ്റെ പൊടിയൊക്കെ അതിൽ പറ്റിപ്പിടിച്ചു. അപ്പോൾ ഏലക്കയുടെയൊക്കെ ചൊവ്വയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പായസത്തിനൊരു ടേസ്റ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനതിട്ട് ഇങ്ങനെ ഇട്ട് ഇളക്കുമായിരുന്നു. അങ്ങനെ പായസമൊക്കെ റെഡിയാക്കി നല്ല സദ്യയായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ആകെ ഒരു വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തി ഉണ്ടായിരുന്നില്ല. കാർത്തി വെക്കേഷനായിട്ട് എൻ്റെ വീട്ടിൽ തുറവൂർ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേൻ്റെ കൂടെ പോയതായിരുന്നു. മെയ് 5-ാം തീയതി മോൻ്റെ കാർത്തിയുടെയും ബർത്ത്ഡേ ആയിരുന്നു. അതാ പറഞ്ഞാൽ കണ്ടൻറ്റൊന്നും ഇല്ലാഞ്ഞിട്ടില്ല. എനിക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യമോ എടുക്കാൻ പറ്റാത്ത കൊണ്ടിട്ടാണ് എനിക്ക് അതൊന്നും വ്ളോഗ് ചെയ്യാനോ ഒന്നും ചെയ്യാനോ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. സാഹചര്യവും മോശമായിരുന്നു. എനിക്ക് എടുക്കാനും പിടിക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് എനിക്ക് കാർത്തി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബർത്ത്ഡേക്ക് കാർത്തി വരും. അപ്പോൾ അമ്മ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ബർത്ത്ഡേക്ക് കാർത്തിനെയൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ മാത്രം ഉള്ള കുട്ടിയൊരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരാൾ തിരക്കി വന്നേക്കോ പായസമായോ എന്നറിയാനായിട്ട്. അങ്ങനെ പിന്നെ ഞാനൊരു കുഞ്ഞു പാത്രത്തിൽ എടുത്ത് കൊടുത്തു. എങ്ങനെയുണ്ടെന്നറിയാമോ? ഓൾറെഡി പായസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും കുട്ടേട്ടൻ്റെ പുറകെ ഒരാളും വാലുപോലെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കും അത് ഇച്ചിരി കൊടുത്തു. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് പായസം ഭയങ്കരമായിട്ട് ആൾക്ക് മധുരം ഓൾറെഡി എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണല്ലോ. എങ്കിലും കുഞ്ഞാപ്പിക്ക് ഒരു ഇത്തിരി പൊടിക്കും മധുരത്തോട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അത് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാനത് ഇച്ചിരി ആറ്റി ഞാൻ കൊടുക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കുഞ്ഞു സദ്യയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു സദ്യ ആയതുകൊണ്ട് തന്നെയാണെങ്കിലും ഇനി ഇത്രയും പേർക്കൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ നന്നായിരിക്കുമോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചെയ്യും തോറും കുട്ടികളിന് കൊണ്ട് കൊടുക്കും, എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. എന്നാലും സാമ്പാറും അവിയലും അമ്മയാട്ടോ ഉണ്ടാക്കിയത്. ഞാൻ പിന്നെ തോരനും പായസമൊക്കെയാണ് കൈകാര്യം ചെയ്തത്. സാമ്പാറും അവിയലൊക്കെ അമ്മയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഞാൻ കുഞ്ഞാപ്പിനെ കയ്യിലങ്ങ് എടുത്തു. ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ കരഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നത്. പിന്നെ നേരെ കുട്ടേട്ടനിലേക്ക് കൊടുത്തു. കുട്ടേട്ടനെ കൊണ്ട് തേങ്ങ ചിരണ്ടിച്ചു. പിന്നെ കുട്ടേട്ടൻ എനിക്ക് തേങ്ങയൊക്കെ കിടക്കി ചിരണ്ടി തരാണ്ട് കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡ്സ് നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ? ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പിനെ ഞാൻ കാണിച്ചുകൊണ്ട് ഓരോന്നും കാണിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ കരച്ചിലായിരുന്നു, ഉറക്കത്തിനായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു ആൾ. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി അവൻ്റെ നേരെ ഓരോരോ കോഷ്ടികൾ കാണിക്കുന്ന കേട്ടോ. ഓരോ പട്ടി ഷോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ കാണിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അവൻ്റെ നേരെ. പിന്നെ അതിനുശേഷം കുഞ്ഞാപ്പിനെ ഞാൻ കിടത്തി ഉറക്കിയിരുന്നു. അല്ലെങ്കിൽ പിന്നെ സദ്യ കഴിക്കാൻ നേരത്ത് അവൻ പിന്നെ എനിക്ക് ഇനിയും കരഞ്ഞാലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പിന്നെ അവിടെ ഇരുന്നു.
പിന്നെ വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ പിറന്നാളുകാരനെ ഇരുത്തി ഞാൻ സദ്യ കൊടുത്തു. ആദ്യം അവന് കൊടുത്തിട്ട് വേണമല്ലോ നമ്മളെല്ലാവരും കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ കുഞ്ഞാപ്പീനെ ഇരുത്തി സദ്യ കൊടുത്തു. ചേട്ടൻ്റെ പിള്ളേരും ഉണ്ടായിരുന്നു, അവരെയും കൂടി ഇരുത്തിക്കൊണ്ടാണ് കഴിച്ചത്. ആൾക്ക് കഴിക്കാനൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അറിയില്ല, വാരി തിന്നാനൊന്നും അത്ര ആയിട്ടില്ല. എങ്കിലും വെച്ച് ചേട്ടൻ്റെ മോളും വായിലൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു. She always covers her. She is. Laser concealer. Erases dark. സദ്യ കൊണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ തനുവിൻ്റെ ഡാൻസ് ആയിരുന്നു. അതും എൻജോയ് ചെയ്ത് എല്ലാവരോടും ആടിപ്പാടി നിന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഇത്ര ഉണ്ടായിരുന്നു നമ്മുടെ പിറന്നാൾ. ഇനി പുറകെ നമ്മൾ ഇനി കുഞ്ഞാപ്പയുടെ ബർത്ത്ഡേയുടെ ഒരു വ്ളോഗ് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞാവയുടെ ബർത്ത്ഡേ വ്ളോഗായിട്ട് നമുക്ക് എല്ലാവരെയും കാണാം. ടാറ്റാ.